ഒരു ചെറിയ കാരണം മതി, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചു. പൊതുവെ പിള്ളേരെ അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക. ഐസ്ക്രീം കഴിച്ചാൽ ടോൺസിലൈറ്റിസ് വരും. കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തണുത്ത കാറ്റ് കൊണ്ടു എവിടെയെങ്കിലും ഒരു യാത്ര പോയി, ഒന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ ടോൺസിൽസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് പെയിൻ വരിക. അതിനെയാണ് നമ്മൾ റെക്കറന്റ് ടോൺസിലൈറ്റിസ് എന്ന് പറയുക. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കൊള്ളുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, തണുപ്പടിക്കാതെ നോക്കുക. പുളിപ്പുള്ള ഭക്ഷണം ഒരിക്കലും ടോൺസിലൈറ്റിസ് ഉള്ള അവസ്ഥയിൽ കഴിക്കാൻ പാടില്ല. പലപ്പോഴും പലരും പനി വരുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ വരുന്നു, അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഓറഞ്ചസ് ആയിരിക്കും, നാരങ്ങ വെള്ളമായിരിക്കും, എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പുളിപ്പുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ഗ്ലാൻസിൽ നിന്ന് സെക്രീഷൻസ് കൂടും. അപ്പോൾ വീണ്ടും കൺജഷൻ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പം ആ ഭക്ഷണം ആ തൽക്കാലത്തേക്ക്, ആ ഒരു സമയത്തേക്ക് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. പിന്നെ മരുന്നുകളുടെയും കൂടെ സഹായത്തോടെ നമുക്ക് ടോൺസിലൈറ്റിസ് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്യൂട്ട് കണ്ടീഷനാണ്.